വാശിയേറിയ പോരാട്ട ഭൂമിയായി പാലക്കാട് മാറിക്കഴിഞ്ഞു. നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അട്ടിമറിക്കാനുള്ള കരുനീക്കങ്ങളുമായി മൂന്ന് മുന്നണികളും തങ്ങളുടെ തുറുപ്പ് ചീട്ടുകളെ തന്നെ കളത്തിലിറക്കിയിട്ടുണ്ട്. UDF-ന് വേണ്ടി രമേശ് പിഷാരടിയും NDA-ക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രനും LDF-ന് വേണ്ടി NMR റസാഖും ഇറങ്ങിയതോടെ പാലക്കാട് അക്ഷരാർത്ഥത്തിൽ ഒരു ഹോട്ട് സീറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളിനി വിശദമായി ഈ മൂന്ന് സ്ഥാനാർത്ഥികളെ, പ്രധാന മുന്നണികളുടെ മൂന്ന് സ്ഥാനാർത്ഥികളെ പറ്റി വിശദമായി പരിശോധിക്കുകയാണ്. അവരുടെ ക്രെഡൻഷ്യൽ, അവരുടെ പ്രൊഫൈൽ വിശദമായി. ആദ്യം രമേശ് പിഷാരടി. കാരണം നിലവിൽ പാലക്കാട് UDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. ഇതാ രമേശ് പിഷാരടി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രമേശ് പിഷാരടി ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത, അത്രത്തോളം മലയാളികൾക്ക് പരിചിതനായ സിനിമാ നടനാണ്, സംവിധായകനാണ്, അവതാരകനാണ്, സ്റ്റേജ് ഷോകളിൽ ഹാസ്യതാരമായി നിറഞ്ഞു നിന്ന ഒരു നടനാണ്. അപ്പോൾ നിയമസഭയിലെ കന്നി അംഗമാണെങ്കിൽ പോലും പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ വോട്ടേഴ്സിന് മുന്നിൽ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത താരം തന്നെയാണ് പിഷാരടി. അതുകൊണ്ട് തന്നെ പിഷാരടിയെ തന്നെ കോൺഗ്രസ് കളത്തിലിറക്കുന്നു. അതിന് പ്രത്യേകമായ ചില സാഹചര്യങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ പിന്നീട് വരാം. കോൺഗ്രസ് വേദിയിലെ സ്ഥിര സാന്നിധ്യം കൂടിയായിരുന്നു രമേശ് പിഷാരടി. സംസ്ഥാന സർക്കാരിനെതിരെ, പിണറായി വിജയനെതിരെയൊക്കെയുള്ള പരിഹാസ രൂപേണയുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ കോൺഗ്രസ് വേദികളിൽ കയ്യടി നേടുന്നത് പോയ ഒരു 5 വർഷത്തിനിടയിൽ നമ്മൾ പലതവണ കണ്ടതാണ്. 2000-ൽ ഏതാണ്ട് കോമഡി ഷോകളിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഈ സ്റ്റേജ് ഷോകളിലേക്കുള്ള തുടക്കം. പാലക്കാട് ജില്ലയിലെ ആലത്തൂരുമായി അദ്ദേഹത്തിന് ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാടുകാരനല്ല എന്നൊരാരോപണത്തെ അദ്ദേഹം മറികടക്കുന്നതും പാലക്കാട്ടെ ആ ബന്ധുബലം അല്ലെങ്കിൽ രക്തബന്ധം പാലക്കാടുമായി ഉണ്ട് എന്നത് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്താണ് രമേശ് പിഷാരടിക്ക് അനുകൂലമാകുന്ന ഘടകം എന്നതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. മുഖപരിചയം അത് തന്നെയാണ്. രമേശ് പിഷാരടി ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല എന്നതാണ്. ഇനി എല്ലാ കാലത്തും 2011 മുതൽ ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ പാലക്കാട് എന്ന് പറഞ്ഞാൽ അത് ഷാഫി പറമ്പിലാണ്, ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ പാലക്കാടാണ്. ഇത്തവണയും രമേശ് പിഷാരടി ഇവിടെ ഫീൽഡ് ചെയ്യപ്പെടാൻ UDF എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്തുന്നു? അതിന്റെ പ്രധാന കാരണം ഷാഫി പറമ്പിൽ തന്നെയാണ്. നമുക്കറിയാം, ഷാഫി പാലക്കാടിന് ഉള്ളം കയ്യിൽ എന്ന പോലെ സ്വന്തമാക്കിയതാണ്. പിടിച്ചെടുത്ത മണ്ഡലത്തിൽ അദ്ദേഹം ഓരോ തവണയും ലീഡ് ഉയർത്തുന്നതാണ് കണ്ടത്. 2021-ൽ മാത്രമാണ് ഒരു കടുത്ത വെല്ലുവിളി ഷാഫി പറമ്പിൽ നേരിട്ടത്. അതിനുശേഷം ഷാഫി വടകരയിലേക്ക് പോകുമ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ നമ്മൾ കണ്ടു. AK ഷാനബിനെ പോലെ, P സരനെ പോലെയുള്ളവർ കോൺഗ്രസ് വിട്ട് CPM-നൊപ്പം പോകുന്നത് കണ്ടു. ഇതിനെല്ലാം കാരണമായത് ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം. പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാടേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടം, അത് ഷാഫി പറമ്പിലിന്റെ തീരുമാനമായിരുന്നു. ഷാഫി പറമ്പിൽ അന്ന് അവതരിപ്പിച്ചത് കോൺഗ്രസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ്, പാലക്കാടിനുള്ള സമ്മാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നാണ്. പക്ഷേ ഇത്തവണത്തെ ഒരു സാഹചര്യം എടുത്താൽ, ഈ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ കാലമൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം, കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA-മാരിൽ പെരുമ്പാവൂരിലും തൃപ്പൂണിത്തുറയിലും ഒഴികെ ബാക്കി എല്ലാ MLA-മാരും മത്സര രംഗത്തുണ്ട്. എന്നാൽ ഈ പെരുമ്പാവൂരിലും തൃപ്പൂണിത്തുറയിലും സിറ്റിംഗ് MLA-മാർ പ്രചരണ രംഗത്തുണ്ട്. പ്രചാരണത്തിലോ മത്സര രംഗത്തോ ഇല്ലാത്ത ഒരേ ഒരു MLA അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണ പരാതികൾ, ആ പരാതികൾ പിന്നെ ഉണ്ടായ ജയിലിൽ പോക്ക്, അറസ്റ്റ് നടപടികളൊക്കെ നമ്മൾ കണ്ടു. വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു. ഏതായാലും ഇത്തവണത്തെ മത്സര ചിത്രത്തിൽ അല്ലെങ്കിൽ ഇത്തവണത്തെ പ്രചാരണത്തിലൊന്നും അത്രത്തോളം താരമായിരുന്ന രാഹുൽ പാലക്കാട് എവിടെയും ഇല്ല എന്നത് ശ്രദ്ധേയമാണ്. ഇനി നമ്മൾ പോകുന്നത് NDA കാൻഡിഡേറ്റിലേക്കാണ്. ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ മലയാളികൾക്ക് ഏറെ പരിചിതയായ ഒരു കാൻഡിഡേറ്റാണ്. പ്രത്യേകിച്ച് പാലക്കാടുകാർക്ക് പല കാലങ്ങളിലായി പരിചിതയായ കാൻഡിഡേറ്റാണ്. ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ സംസ്ഥാനത്തെ ഏറ്റവും പരിചയസമ്പന്നയായ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിലേറെ മത്സരിച്ച് പരിചയമുള്ള വനിതാ നേതാവ് കൂടിയാണ്. 52 വയസ്സുകാരിയായ ശോഭാ സുരേന്ദ്രൻ BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. തൃശ്ശൂർ ജില്ലയിലെ തൊട്ടടുത്ത ജില്ലയിൽ, പാലക്കാടിനപ്പുറത്ത് തൃശ്ശൂരിലെ വടക്കാഞ്ചേരിയിലാണ് ജനനം. 13-ാം വയസ്സിൽ ബാലഗോകുലത്തിൽ നിന്ന് തുടങ്ങി മഹിളാ മോർച്ചയുടെ മുൻ സംസ്ഥാന അധ്യക്ഷ വരെ എത്തിയ നേതാവാണ്. അറിയപ്പെടുന്ന കേരളത്തിലെ BJP-യുടെ മുഖം കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ. ഈ ശോഭാ സുരേന്ദ്രന്റെ ഒരു ക്രെഡൻഷ്യൽസ് പരിശോധിച്ചാൽ യുവമോർച്ചയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, BJP-യുടെ ദേശീയ നിർവാഹക സമിതി അംഗം, അങ്ങനെ സംഘടനാ തലത്തിലും ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് രംഗത്തും വലിയ സ്വാധീനമുള്ള അല്ലെങ്കിൽ വലിയ പരിചയമുള്ള ഒരു നേതാവിനെയാണ് അവിടെ ഫീൽഡ് ചെയ്യുന്നത്. ശോഭാ സുരേന്ദ്രന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ 2004-ൽ വടക്കാഞ്ചേരി, 2006-ൽ പൊന്നാനി, 2009-ൽ എറണാകുളത്ത് ഉപതെരഞ്ഞെടുപ്പിൽ, പിന്നീട് 2011-ൽ പുതുക്കാട്, 2016-ൽ പാലക്കാട് തന്നെ, പിന്നെ 2021-ൽ കഴക്കൂട്ടത്ത്. ഇത് ഇത്രയും ഞാൻ പറഞ്ഞത് നിയമസഭാ മണ്ഡലങ്ങളിലെ മത്സരമാണ്. ഇനി പാർലമെന്റിലേക്കും ലോക്സഭയിലേക്കും അവർ മത്സരിച്ചിരുന്നു. 2014-ൽ ഇതേ പാലക്കാട് തന്നെ ലോക്സഭയിലേക്ക് മത്സരിച്ചതാണ്. 2019-ൽ ആറ്റിങ്ങലിൽ, 2024-ൽ ആലപ്പുഴയിൽ. നിയമസഭയിലേക്ക് ശോഭാ സുരേന്ദ്രന്റെ 7ാം അംഗമാണ് ഇത്തവണത്തേത് പാലക്കാട് നിന്ന്. എന്തുകൊണ്ട് ശോഭ ഇങ്ങനെ ഒരു പാൻ കേരള ലീഡറായി, പാൻ കേരള കാൻഡിഡേറ്റായി മാറുന്നു എന്നാൽ എവിടെ മത്സരിച്ചാലും, ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും
അവിടെ വോട്ട് ഷെയർ ഉയർത്തുന്ന അല്ലെങ്കിൽ BJP NDAയുടെ വോട്ട് കൂട്ടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. സ്വന്തമായി തന്നെ വോട്ട് സമാഹരിക്കാൻ ശേഷിയുള്ള ഒരു നേതാവായി തന്നെയാണ് എല്ലാ കാലത്തും BJP പരിഗണിക്കുന്ന, അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥികൾ പോലും ശോഭാ സുരേന്ദ്രനെ അങ്ങനെ തന്നെയാണ്, ആ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ ഇത്തവണ BJP കളത്തിലേക്ക് ഇറക്കുന്നു. അത് പാലക്കാട് പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. ഇനി LDFന്റെ സ്ഥാനാർത്ഥി ആര് എന്നതാണ് നോക്കേണ്ടത്. LDFന്റെ സ്ഥാനാർത്ഥി ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരുന്നു. പല പേരുകൾ ഉയർന്നു കേട്ടു. പൊതു സ്വതന്ത്രരെ പറ്റിയുള്ള പേരുകൾ കേട്ടു. ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് NMR റസാഖ് എന്ന സ്വതന്ത്രനിലാണ്. CPMന്റെ LDFന്റെ സ്വതന്ത്രനായി എത്തുന്നത് NMR റസാഖാണ്. NMR ആ 3 അക്ഷരം തന്നെയാണ് ഒരുപക്ഷെ നമ്മൾ പറയുമ്പോൾ പാലക്കാട്ടുകാർക്ക് ഒരു വളരെ പരിചിതമായ ഒരു പേരാണ് ഈ NMR എന്നത്. NMR അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ബിരിയാണി ബ്രാൻഡ് കൂടിയാണ്. പാലക്കാടുകാർക്ക് മാത്രമല്ല, പാലക്കാട് നിന്ന് പുറത്തേക്ക് നിന്ന് പാലക്കാട് എത്തുന്നവർക്കും അത് പരിചിതമാണ്. ഒരുപക്ഷെ നമ്മളൊരു അതിഥിയായി പാലക്കാട്ടേക്ക് ഒരു വീട്ടിലേക്കൊക്കെ പോയാൽ അവർ നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുക ആദ്യം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് വരിക ആദ്യം ഒരുപക്ഷെ NMR ബിരിയാണി തന്നെയാണ്. അത്ര പ്രശസ്തമായ ഒരു ബിരിയാണി ബ്രാൻഡാണ് NMR. അതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തൽ, നമ്മൾ മുമ്പ് പിഷാരടിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, രമേഷ് പിഷാരടിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ NMR റസാഖും പാലക്കാടുകാർക്ക് അത്രയേറെ പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഒരാളാണ്. ഹോട്ടൽ ബിസിനസ്സിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനെങ്കിലും നിയമസഭയിലേക്ക് ഇത് കന്നി അംഗമാണ്. പാലക്കാട് നൂറണി സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ എന്താണ് സംഘാടന പരിചയം എന്ന് ചോദിച്ചാൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അതിനപ്പുറത്തേക്ക് NMR ഗ്രൂപ്പിന്റെ MD, ഒപ്പം സാമൂഹ്യ രംഗത്ത് അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ സജീവമായി നിൽക്കുന്ന ഒരാൾ കൂടിയാണ് NMR റസാഖ്. അതിനും അപ്പുറം ഈ 2 സ്ഥാനാർത്ഥികൾ, NDAയുടെ സ്ഥാനാർത്ഥിയാണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായാലും UDFന്റെ സ്ഥാനാർത്ഥിയായാലും ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളവരാണ്. അവരുടെ സ്ഥിരതാമസം ജില്ലയിലല്ല, പാലക്കാട്ടുകാരനല്ല. പക്ഷേ അവിടെ ഇപ്പോൾ ഈ പ്രചരണത്തിൽ ഉടനീളം NMR റസാഖും LDF മുന്നോട്ട് വെക്കുന്നത് നാട്ടുകാരനായ സ്ഥാനാർത്ഥി, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു പോകാനല്ല, ഇവിടെ തന്നെ തുടരാനാണ് എന്ന്, വിരുന്നുകാരനെ പോലെ വന്നു പോകാനല്ല, ഇവിടെ തന്നെ തുടരാനാണ് NMR റസാഖ് എന്ന സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിച്ചു പറയുന്നു. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. NMR റസാഖിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ ചൂടുപിടിച്ച ഡീൽ ആരോപണം അത് തുടങ്ങി വെച്ചത് പാലക്കാട് നിന്നാണ്. അത് ചൂണ്ടിക്കാട്ടിയത് ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയാണ് കൊണ്ടുവന്നതെന്നുള്ള ആരോപണം VD സതീശനെ പോലെയുള്ളവർ ഉന്നയിച്ചു. അത് പിന്നീട് കേരളം ആകെ ഏറ്റുപിടിക്കുന്നു. പല മണ്ഡലങ്ങളിലും CPM BJP ഡീൽ എന്ന ആരോപണം വരികയും ചെയ്തു. പക്ഷേ NMR റസാഖിന്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചാരണം കണ്ടാൽ അദ്ദേഹം സ്വാഭാവികമായും പാലക്കാടുകാരുമായി ഇഴുകിച്ചേർന്ന നാട്ടുകാരൻ എന്ന ടാഗ് അങ്ങനെ തന്നെ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് നമ്മൾ കാണുന്നത്. ഒപ്പം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പേരുണ്ട്, TK നൗഷാദ്. 1996 പാലക്കാടിന്റെ MLA ആയി ജയിച്ചു കയറിയ TK നൗഷാദ് CPMന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. 5 തവണ തുടർച്ചയായി പാലക്കാട്ടെ MLA ആയിരുന്ന CM സുന്ദരത്തെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, പിന്നെ അതിനുശേഷം കോൺഗ്രസിലേക്ക് മാറി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി. അങ്ങനെ 5 തവണ തുടർച്ചയായി പാലക്കാടിന്റെ മുടിചൂട മന്നായിരുന്ന CM സുന്ദരത്തെ വീഴ്ത്തിയ പേരാണ്, അല്ലെങ്കിൽ വീഴ്ത്തിയ സ്ഥാനാർത്ഥിയായിരുന്നു TK നൗഷാദ് 1996. ആ TK നൗഷാദിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് NMR റസാഖ് നൗഷാദിനെ പോലെ ഒരു ചരിത്രം രചിക്കുമെന്ന്. അങ്ങനെ 3 സ്ഥാനാർത്ഥികൾക്കും 3 മുന്നണികൾക്കും വലിയ പ്രതീക്ഷയാണുള്ളത്. ഇനി പാലക്കാട് നഗരസഭ ഉൾപ്പെടുന്ന ഈ പാലക്കാട് മണ്ഡലത്തിന്റെ ഒരു ചിത്രം എടുത്താൽ, പാലക്കാട് നഗരസഭ കണ്ണാടി, പിരായിരി, മാത്തൂർ ഇങ്ങനെ 3 പഞ്ചായത്തുകൾ കൂടി ചേരുന്നതാണ് ഈ പാലക്കാട് നിയമസഭാ മണ്ഡലമെന്നത്. പാലക്കാട് നഗരസഭ പറയുമ്പോൾ കേരളത്തിൽ ആദ്യമായി ഒരു മുനിസിപ്പാലിറ്റി BJP പിടിക്കുന്നത് പാലക്കാട്ടിൽ നിന്നായിരുന്നു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം പോയ ഒരു 3-4 തെരഞ്ഞെടുപ്പിലെ വോട്ട് നില അല്ലെങ്കിൽ അവിടുത്തെ ഭൂരിപക്ഷമൊക്കെ നമുക്ക് പെട്ടെന്നൊന്ന് പരിശോധിച്ച് വരാം. ആദ്യം നമ്മൾ പോകുന്നത് 2011 തെരഞ്ഞെടുപ്പിലേക്കാണ്. 2011 UDFന് ആ മണ്ഡലം നേടിക്കൊടുക്കുന്നത് ഷാഫി പറമ്പിൽ. ആ നേടിക്കൊടുത്ത മണ്ഡലത്തിൽ 47,641 വോട്ടുകളായിരുന്നു ഷാഫി സ്വന്തമാക്കിയത്. KK ദിവാകരൻ, സിറ്റിംഗ് MLA ആയിരുന്ന KK ദിവാകരൻ അന്ന് ലഭിച്ചത് 40,238 വോട്ടുകളാണ്. അന്ന് BJP സ്ഥാനാർത്ഥിയായിരുന്ന ഉദയ് ഭാസ്കർ സ്വന്തമാക്കിയത് 22,317 വോട്ടുകളാണ്. നമുക്ക് വലിയ വോട്ട് വ്യത്യാസം ഉണ്ടായിരുന്നു അന്ന് NDAക്ക്. അന്ന് ഭൂരിപക്ഷം 7,403 വോട്ടുകളായിരുന്നു ഷാഫി പറമ്പിലിന് ഭൂരിപക്ഷമായി 2011 ലഭിച്ചത്. ഇനി 2016 വന്നാൽ ഷാഫി പറമ്പിൽ കാര്യമായി തന്നെ ഭൂരിപക്ഷം ഉയർത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു 2016. 2016 ഷാഫി പറമ്പിൽ ലഭിച്ചത് 57,559 വോട്ടുകളാണ് ഷാഫി പറമ്പിൽ സ്വന്തമാക്കിയത്. അന്ന് മത്സരിച്ചത് ഇത്തവണ പാലക്കാട് BJP ഇറക്കിയിരിക്കുന്ന ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനത്തെത്തി. 40,076 വോട്ടുകളാണ് 2016 ശോഭാ സുരേന്ദ്രൻ സ്വന്തമാക്കിയത്. NN കൃഷ്ണദാസ്, CPMന്റെ അവിടുത്തെ പ്രധാനപ്പെട്ട മുഖമാണ്, ജില്ലയിലെ പ്രധാനപ്പെട്ട മുഖമായ NN കൃഷ്ണദാസിന് അന്ന് നേടാനായത്
കേവലം 38,675 വോട്ടുകളാണ്. അത്തവണ അതായത് 2016 വലിയ ലീഡ് ഉയർത്തുന്നു ഷാഫി പറമ്പിൽ. അത് രണ്ടാം തവണ തുടർച്ചയായ ജയം. ഷാഫി നേടിയത് 17,483 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. ഇനി 2021 തെരഞ്ഞെടുപ്പ് ഏറ്റവും ശക്തമായ ഒരു മത്സരം നടന്നതാണ്. കാരണം മെട്രോമാൻ ഇ ശ്രീധരനെ BJP ഫീൽഡ് ചെയ്ത തിരഞ്ഞെടുപ്പായിരുന്നു. കഴിഞ്ഞ തവണ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ഇ ശ്രീധരൻ. അദ്ദേഹം സ്വന്തമായ ഒരു ഓഫീസ് തന്നെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ തന്നെ ഒരു MLA ഓഫീസ് തന്നെ ആരംഭിച്ച തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അത്തരം ചില കൗതുക കാഴ്ചകൾ കൂടി കണ്ട തെരഞ്ഞെടുപ്പായിരുന്നു 2021. പക്ഷേ അന്നും ഷാഫി പറമ്പിലിനൊപ്പമായിരുന്നു വിജയം. 54,079 വോട്ടുകളാണ് ഷാഫി പറമ്പിൽ അന്ന് നേടിയത്. മൂന്നാമത്തെ അംഗത്തിൽ മൂന്നാം ജയത്തിൽ ഷാഫി പറമ്പിൽ സ്വന്തമാക്കിയത് 54,079 വോട്ടുകൾ. നോക്കൂ, തൊട്ടു പിന്നിൽ NDA സ്ഥാനാർത്ഥിയായി ഇ ശ്രീധരൻ സാക്ഷാൽ മെട്രോമാൻ നേടിയത് 50,220 വോട്ടുകളാണ്. LDFന്റെ സ്ഥാനാർത്ഥി CP പ്രമോദ് സ്വന്തമാക്കിയത് 36,443 വോട്ടുകളും. അന്ന് ഷാഫിയുടെ ഭൂരിപക്ഷം പക്ഷേ കാര്യമായി കുറയുന്നുണ്ട്. അതുകൊണ്ട് 17,483 നിന്ന് 3,859 ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം കാര്യമായി തന്നെ കുറഞ്ഞു. ഇനി ഏറ്റവും ഒടുവിലായി പരിഗണിക്കേണ്ടത് 2024 ഏറ്റവും അവസാനം നടന്ന ഉപതെരഞ്ഞെടുപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നേടിയത് 58,389 വോട്ടുകളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ മണ്ഡലത്തിൽ പുറത്തു നിന്നെത്തിയ ആളായിരുന്നു. ഒരുപാട് രാഷ്ട്രീയ നീക്കങ്ങളും മറികടൻ ചാടലും ഒക്കെ കണ്ടതാണ്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ സമാഹരിച്ചത് 58,389 വോട്ടുകളാണ്. NDA സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തെത്തി. C കൃഷ്ണകുമാർ പ്രധാനപ്പെട്ട ജില്ലയിലെ പാലക്കാട്ടെ NDAയുടെ നേതാവ് BJPയുടെ നേതാവ് C കൃഷ്ണകുമാർ 39,549 വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസ് വിട്ട് LDFനൊപ്പം ഇറങ്ങിയ P സരിൻ സ്വന്തമാക്കിയത് 37,156 വോട്ടുകളാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം അത് ഷാഫി പറമ്പിലിനേക്കാൾ, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ 2016 നേടിയ ഭൂരിപക്ഷം ഏറ്റവും വലിയ ഭൂരിപക്ഷത്തെ മറികടക്കുന്ന ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് 18,840 വോട്ടുകൾ നേടിക്കൊണ്ടാണ് കഴിഞ്ഞ തവണ, അല്ലെങ്കിൽ ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ UDF രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ആ മണ്ഡലം നിലനിർത്തുന്നത്. ഇനി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഈ വോട്ട് നില, വോട്ട് ശതമാനം ഓരോ തെരഞ്ഞെടുപ്പുകളിലും എങ്ങനെയാണ്, അത് ഓരോ മുന്നണിയുടെയും വോട്ട് ശതമാനം എങ്ങനെയാണ് കൂടിയതും കുറഞ്ഞതും എന്നതുകൂടി പരിശോധിക്കാം. അപ്പോഴാണ് ഒരുപക്ഷെ ഏത് കക്ഷിക്ക് അല്ലെങ്കിൽ ഏത് പാർട്ടിക്ക് വളർച്ച, ഏത് പാർട്ടിക്ക് വോട്ട് ചോർച്ച എന്നൊക്കെ പ്രേക്ഷകർക്ക് മനസ്സിലാവുക. ആദ്യം 2011 പോയാൽ LDFന് 35.82% വോട്ട് ശതമാനം അന്നുണ്ടായിരുന്നത് 2011. പിന്നീട് UDFന്റെ കാര്യമെടുത്താൽ അന്ന് ഷാഫി പറമ്പിൽ സ്വന്തമാക്കിയത് 42.41% വോട്ടാണ്. NDAയുടെ C ഉദയ് ഭാസ്കറിലൂടെ നേടിയത് 19.86% വോട്ടായിരുന്നു NDA സ്വന്തമാക്കിയത്. ഇനി 2016 വന്നാൽ LDFന്റെ വോട്ട് ശതമാനത്തിൽ കാര്യമായ കുറവുണ്ടായതാണ്. അതായത് 35% നിന്ന് ഏതാണ്ട് 28.07% LDFന്റെ വോട്ട് ശതമാനം കുറഞ്ഞു. UDFൻ്റെതാണെങ്കിൽ 41.77% എത്തി. അത് നേരിയ കുറവാണ്. UDFന്റെ 2011 നിന്ന് 2016 വരുമ്പോൾ നേരിയ കുറവ് UDFനും ഉണ്ടാകുന്നു. അവിടെ NDAയുടെ കാര്യമെടുത്താൽ കാര്യമായ വളർച്ച തന്നെ ഉണ്ടാകുന്നു. 19% നിന്ന് 10% വളർച്ചയാണ്. അതാ കണ്ടോളൂ, 29.08% NDA 2016 അവിടെ വോട്ട് പെർസെൻറ്റേജ് കാര്യമായി തന്നെ കൂട്ടിയിട്ടുണ്ട്. ഇനി 2021 കാര്യമെടുത്താൽ CP പ്രമോദായിരുന്നു അന്ന് LDFന്റെ സ്ഥാനാർത്ഥി. ആ സമയം LDFന് കിട്ടിയ വോട്ട് 25.64% വോട്ടാണ് അന്ന് LDFന് സമാഹരിക്കാനായത്. അന്ന് UDFന് കിട്ടിയത് 38.06% വോട്ട്, NDAക്ക് 35.34 വോട്ട്. NDA വീണ്ടും അവരുടെ വോട്ട് ശതമാനം കൂട്ടുന്നു. അവിടെ UDFനും LDFനും കാര്യമായി തന്നെ വോട്ട് ശതമാനം കുറയുന്നു. ഇനി 2024 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ UDF സ്ഥാനാർത്ഥിയെ വന്നപ്പോൾ 42.27%. അതായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് UDF പോയപ്പോൾ 42.27% അവരുടെ വോട്ടിംഗ് ശതമാനം കൂടി. NDAക്ക് 28.63 കുറഞ്ഞു. LDFനും സ്വാഭാവികമായി കുറഞ്ഞു, 24.52% കുറഞ്ഞു. ഇനി നമ്മൾ ഈ പാലക്കാട് മണ്ഡലത്തിന്റെ ഒരു പൊതുചിത്രം എടുത്താൽ 1957 കേരള സംസ്ഥാനം രൂപീകൃതമായത് മുതൽ പാലക്കാട് ഏറ്റവും കൂടുതൽ തവണ MLA-മാരായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ്. R രാഘവ മേനോനിൽ തുടങ്ങി K ശങ്കരനാരായണനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ നീളുന്ന ആ പട്ടികയിലേക്ക് കൈയുയർത്തി രമേശ് പിഷാരടി കടന്നു വരുമോ എന്നതാണ് ചോദ്യം. അതല്ല, R കൃഷ്ണന്റെ, TK നൌഷാദിന്റെ, KK ദിവാകരന്റെ പിൻഗാമിയായി NMR റസാഖ് പാലക്കാടിന്റെ നായകനാകുമോ? അതുമല്ലെങ്കിൽ സാക്ഷാൽ മെട്രോമാനെ
കൊണ്ട് കൂടാഞ്ഞ പാലക്കാടിനെ കോട്ട കീഴടക്കി ശോഭാ സുരേന്ദ്രൻ BJPയുടെ കേരളത്തിലെ വനിതാ MLA ആകുമോ? പാലക്കാടിന്റെ വിധിക്കായി കാത്തിരിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.